ഇനി നേരെ നമ്മൾ ത്രികോണപ്പോര് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണല്ലോ പത്തനാപുരം. അപ്പോൾ പത്തനാപുരത്തെ വിശേഷം തേടുകയാണെങ്കിൽ പത്തനാപുരത്ത് മികച്ച വിജയം നേടുമെന്ന് പറയുകയാണ് KB ഗണേഷ് കുമാർ. KSRTCയിൽ നടപ്പാക്കിയ ഡീലിനെ കുറിച്ച് പ്രതിപക്ഷം പറയണം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി 5 വർഷത്തേക്ക് ഡീസലിന് ഒത്ത വില എന്ന കരാർ താൻ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ദിവസം 5.5 രൂപ ഡീസലിന് വർദ്ധിപ്പിച്ചപ്പോൾ KSRTCയിൽ വർധനവുണ്ടായില്ല. അതിനാൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടായി. ഇതാണ് ഡീലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പാലക്കാട് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് കണ്ടപ്പോഴാണ് പ്രതിപക്ഷം ഡീൽ ആരോപണം ഉയർത്തിയതെന്നും ഗണേഷ് കുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പത്തനാപുരത്തിന്റെ MLA ശ്രീ KB ഗണേഷ് കുമാർ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുകയാണ്. MLAയുടെ വാക്ക് തന്നെ കടമെടുത്താൽ കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കി മാറ്റിയ MLA അദ്ദേഹം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു പ്രചരണത്തിന്റെ ഒരു 3ാം ഘട്ടത്തിലേക്ക് എത്തുന്നു? ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഈ കാട്ടുപത്തനാപുരം എന്നുള്ള എൻ്റെ പ്രയോഗമല്ല, പഴയ പ്രയോഗമാണ്. പത്തനാപുരത്തിൻ്റെ കൂടുതൽ പറയുന്നത്. ഇപ്പോൾ അത് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നാട്ടുപത്തനാപുരവും നഗരപത്തനാപുരമായി മാറി എന്നുള്ളതുകൊണ്ട് ജനങ്ങളത് ഇപ്പോൾ തമാശയായിട്ടാണ്, അന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഇപ്പോൾ തമാശയായിട്ടാണ് പറയുന്നത്. ഏത് പത്തനാപുരത്തുകാരനെ എവിടെ വെച്ച് കണ്ടാലും എവിടെ വീട് പത്തനാപുരത്താന്ന് പറഞ്ഞാൽ ഏത് ഇന്ത്യയിലെ ലോകത്ത് മലയാളിയുള്ള എവിടെ ചെന്നാലും നിങ്ങൾ ഗണേഷ് കുമാറിൻ്റെ നാട്ടിൽ നിന്നല്ലേ ഇരിക്കൂ, എന്താ കാര്യം എന്ന് ചോദിക്കാൻ സ്നേഹത്തോടെ പ്രവാസികളായ വ്യക്തികൾ തയ്യാറാവുന്നു. അവർക്കൊരു സീറ്റ് കിട്ടാറുണ്ടെന്ന് പത്തനാപുരത്തുകാർ പറയാറുണ്ട്. ഇപ്പോൾ അഭിമാനത്തോടെയാണ് അവർ, സ്നേഹത്തോടെയാണ് പറയുന്നത്. അതാണ് പത്തനാപുരത്ത് വന്ന ഏറ്റവും വലിയ മാറ്റം. വളരെ നല്ല പ്രതീക്ഷയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻതൂക്കം ജനങ്ങളുടെ ജനമനസ്സുകളിലാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്നലെയൊക്കെ പോയ പരിപാടികളിൽ സ്ത്രീജനങ്ങളുടെ, അമ്മമാരുടെ, സഹോദരിമാരുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു വലിയ കൂട്ടായ്മ. UDF പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇപ്പോൾ എടുക്കുന്ന ഡീൽ ആരോപണമാണ്. ഈ ഡീൽ ആരോപണം എത്രത്തോളം നൽകും? പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ നടക്കുന്നു. ഇവിടെ LPGക്ക് അടക്കം ക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതൊന്നും തെരഞ്ഞെടുപ്പ് വിഷയമാക്കാതെ ഒരു ഡീൽ ആരോപണം മാത്രമാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത്. അത് വളരെ ശരിയാണ്. കാരണം ഇവിടെ ഗ്യാസ് കിട്ടുന്നില്ല. ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് 5.5 രൂപയാണ് ഡീസലിന് വില വർദ്ധിപ്പിച്ചത്. ഒരു സൈഡിൽ മാധ്യമങ്ങളോട് പറയുന്നു സർചാർജ് ഒന്നും പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു എന്ന് മാധ്യമങ്ങൾ എഴുതി കാണിക്കുമ്പോൾ 5.5 രൂപയാണ്. ഇപ്പോൾ KSRTC ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടത് 2 മാസം മുമ്പ് ഞാൻ പ്രയോഗിച്ചൊരു ബുദ്ധിയാണ്. 2 മാസം മുമ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ഞാനൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. നിലവിലുള്ള വില തരാം 5 വർഷത്തേക്ക്. വില കൂടിയാൽ കൂട്ടത്തില്ല, കുറച്ചാൽ കുറയ്ക്കത്തില്ല. ഞാനൊരു റിസ്ക് എടുത്തു. പക്ഷേ ഒരിക്കലും സ്വർണ്ണത്തിൻ്റെ വില കുറയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ ഡീൽ വെച്ചത് കൊണ്ടുള്ള ലാഭം ഇന്നലെ 5.5 രൂപയാണ് കോർപ്പറേറ്റ് ഉപഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ചത്. 3 ലക്ഷത്തിലധികം ലിറ്ററാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്ര കോടി രൂപയാണ്. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് KSRTC നിന്നുപോയനെ, വണ്ടി നിൽക്കുന്നിടത്ത് നിന്നേനെ. കാരണം ഇവിടുന്ന പൈസ. പക്ഷേ നമ്മൾ 5 വർഷത്തേക്ക് ഇവരുമായിട്ടൊരു എഗ്രിമെൻറ്റിലും എത്തി. ആ എഗ്രിമെൻറ്റ് ഞാൻ ധൃതി പിടിച്ച്, ഞാൻ വാശി പിടിച്ചും നേടിയ, വ്യക്തിപരമായി വാശി പിടിച്ചും നേടിയ ഒരു ഡീലാണ്. ആ ഡീലിനെ കുറിച്ച് പറയും. ആ ഡീലിനെ കുറിച്ച് ഞാൻ പറയാം. ആ ഡീല് KSRTCക്ക് ഒരു ലിറ്ററിന് പുറത്ത് 5.5 രൂപ വർധനവിൽ രക്ഷപ്പെടുത്തി KSRTC. അത്തരം ഡീലുകളേ ഉള്ളൂ, അല്ല മറ്റ് ഡീലുകളൊന്നുമില്ല. നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഡീലുകളേ ഉള്ളൂ. അല്ലാതെ രാഷ്ട്രീയ ഡീലുകളെ പറ്റി പറയാൻ എനിക്ക് ലജ്ജയിലാണ്. പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി 101% ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ അതിനെ അവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിച്ചു ഡീൽ എന്ന് പറഞ്ഞിട്ട്. വീണ്ടും ഭൂരിപക്ഷം ഉയർത്തി പത്തനാപുരത്ത് നിന്ന് അധികാരത്തിൽ വരും. തീർച്ചയായിട്ടും മതേതര വിശ്വാസികൾ ഉള്ളിടത്തോളം, നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ പത്തനാപുരത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, എന്നെ സ്നേഹിക്കുന്ന അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളുള്ള നാളത്തോളം എന്നെ ഭൂരിപക്ഷം വർദ്ധിച്ചു വരും എന്ന കാര്യം ഇപ്പോൾ അങ്ങേക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ഞാനത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ ബാക്കി കാണാം. ഒരു സംശയമില്ല. തീർച്ചയായിട്ടും ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തോടു കൂടി പത്തനാപുരത്ത് നിന്നും അധികാരത്തിൽ വരുമെന്നാണ് ശ്രീ KB ഗണേഷ് കുമാർ പറയുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.